ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മുടെ അമ്മച്ചിയുടെ ബർത്ത്ഡേ സെലിബ്രേഷനാണ്. അപ്പം നമുക്ക് കാണാം എന്തൊക്കെ ഇവിടെ ചെയ്യുന്നതെന്ന്. ഓക്കെ, സോറി ഗൈസ്, എനിക്കിങ്ങനെ കുറച്ച് വട്ട് പിടിച്ച കസിൻസ് ഉണ്ട്. ക്രേസി ഫെലോസ്. ഇതൊക്കെ അടച്ചിടുക, അമ്മച്ചിക്ക് സർപ്രൈസ് കൊടുക്കാനല്ലേ. അതെ, അമ്മൂമ്മ വന്ന് ബലൂണൊക്കെ കണ്ടിരിക്കും. നമ്മുടെ സർപ്രൈസ് ഒക്കെ അതുപോലെ ഫോളോ ആയിക്കൊണ്ടിരിക്കും. നമ്മൾ ബാക്കി സെറ്റ് ആക്കിയിട്ട് നമ്മൾ കാണിച്ചു തരാം കേട്ടോ. സോ ഈ കാണുന്നൊക്കെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ ആ ചിന്ന ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ പരിപാടികൾ. ബലൂണൊക്കെ മേടിച്ച് കൂട്ടാൻ കാണിച്ച ആ ആവേശം വീർപ്പിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും തീർന്നു കേട്ടോ. 2 ബലൂൺ ഊതി വീർപ്പിച്ചതും എൻ്റെ ഫ്യൂസ് പോയി. അങ്ങനെ ഗോതയിലേക്ക് നമ്മുടെ താരം ഇറങ്ങി കാര്യം അങ്ങ് നല്ല സിമ്പിളായിട്ട് തീർത്തു തന്നു. ഈ വീട്ടിലേക്ക് അധ്വാനിക്കുന്ന ഒരേ ഒരു മനുഷ്യൻ അങ്ങ് ഷിപ്പിലായിരുന്നു. ഇപ്പം വന്ന് കുറേ കഴിഞ്ഞതേ റൂമിൽ പോയി നോക്കുമ്പോൾ അച്ചുവണ്ണാണെ എന്തോ കാര്യമായിട്ട് ആലോചിച്ച് തല പോയിക്കുന്നുണ്ടായിരുന്നു. കാര്യം അറിയാനുള്ള ക്യൂരിയോസിറ്റിയിൽ ഞങ്ങളെല്ലാവരും പോയി ചോദിച്ചപ്പോഴത്തേക്കും ഇതാണ് കേട്ടോ അച്ചുവണ്ണൻ പറഞ്ഞ മറുപടി. ഈ ഹാപ്പി ബർത്ത്ഡേക്കൊക്കെ ഇത്രയും ലെറ്റേഴ്സ് ഇപ്പം എപ്പോൾ വന്നു? ഇതിപ്പോൾ എത്ര നോക്കിയിട്ട് ശരിയാകുന്നില്ലല്ലോ. ഇങ്ങനത്തെ കൺഫ്യൂഷൻസ് ഒക്കെ ആയിരുന്നു അച്ചുവണ്ണന്. എൻ്റെ ഹൃദയം. അങ്ങനെ ഫൈനലി നമ്മുടെ അലങ്കോല പണികൾക്കുള്ള സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റായി. അങ്ങനെ ഉണ്ണിക്കുട്ടനും എത്തി. അവൻ്റെ സ്ഥിരം അലമ്പ് പരിപാടികളൊക്കെ അവൻ ഒരു സൈഡിൽ കൂടെ തുടങ്ങി. പിന്നെ നമ്മൾ ഡെക്കറേഷൻ പരിപാടിയിലേക്കൊക്കെ കടന്നു. നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ഇന്ന് അടിപൊളിയായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. Happy birthday to dear Amati. Happy birthday to you. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. അമ്മച്ചി എല്ലാവരുടെയും ചുറ്റും ഒരു കൊച്ചു കുട്ടിയെ പോലെ നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഇനി അമ്മച്ചിയെ പറ്റി പറയുവാണെങ്കിൽ അമ്മച്ചിയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് ലൈഫിൽ നടക്കുന്ന എല്ലാ ഇവൻറ്റ്സും എല്ലാ മൊമെൻറ്റ്സും ഏറ്റവും ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യാൻ നോക്കുന്ന ഒരാളാണ്. പിന്നെ ഈ നാട്ടിൽ നടക്കുന്നതും വീട്ടിൽ നടക്കുന്നതുമായിട്ടുള്ള സർവത്ര കാര്യങ്ങൾ അമ്മച്ചി ആ വീട്ടിലിരുന്ന് ആ റൂമിലിരുന്ന് അറിയും കേട്ടോ. ഞങ്ങളുടെ ഒരു ചെറിയ BBC ആണ് ആൾ. നമ്മൾ കസിൻസ് എല്ലാവരും ഇതുപോലെ ഒന്ന് മീറ്റ് ചെയ്യുന്നോ ഒരു ബർത്ത്ഡേയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നോ ഒക്കെ കുറേ നാൾ കൂടിയിട്ടാണ് കേട്ടോ. നമ്മളിൽ പലരും പഠിത്തം, ജോലി, പിന്നെ അതിൻ്റെ സ്ട്രെസ്സ്, വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട സിറ്റുവേഷൻ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഇവൻറ്റ്സൊക്കെ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരു മെമ്മറി തന്നെയാണ് നമ്മുടെ ലൈഫിൽ. അങ്ങനെ നമ്മൾ ഫുഡടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഭയങ്കര ടയേർഡായിട്ടിരിക്കുമായിരുന്നേ. അപ്പം ജെറി മാത്രം ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഇങ്ങനെ തുള്ളി തുള്ളി നടപ്പുണ്ടായിരുന്നത്. അങ്ങനെ പതിവ് പോലെ ഉണ്ണിക്കുട്ടനും അച്ചുവണ്ണനും അവരുടെ കുരുത്തക്കേടുകളായിട്ട് ഒരു സൈഡിൽ, സുബു, ലിജ്ബൻ ആൻറ്റി അമ്മച്ചിയായിട്ട് എന്തോ അന്താരാഷ്ട്ര കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെയും കാര്യപ്പെട്ട എന്തോ ഡിസ്കഷൻസൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ അമ്മച്ചിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ പരിപാടികൾ. അങ്ങനെ വലിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഒന്നും അല്ലെങ്കിൽ പോലും ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ആ ബർത്ത്ഡേ അങ്ങ് അടിപൊളിയാക്കിട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ.